ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മളിന്ന് ഫ്രൈ ചെയ്തിട്ടൊരു ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 സവോള ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മുളക് പുരട്ടി വെച്ചിട്ടുണ്ട്, അതൊന്ന് വറക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 5-6 സവോള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഞാനൊന്ന് അരിഞ്ഞെടുക്കുവാണ്. ഈ സമയത്ത് നമ്മുടെ ചിക്കൻ ഒരു വശം ഫ്രൈ ആയി വന്നപ്പോൾ മറുവശവും കൂടെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സവോള ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 5-8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിട്ട് കൊടുക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ അരി വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ച് 2 കപ്പ് അരിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അരി നമ്മൾ സെപ്പറേറ്റ് ആണ് വെച്ച് എടുക്കുന്നത്. അതിനായിട്ടൊരു 3-4 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 5-6 ഗ്രാമ്പും ഒരു 2-3 കഷ്ണം പട്ടയും അതുപോലെ തന്നെ ഒരു ബേ ലീഫും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഇപ്പം നമ്മളെടുത്ത് മിക്സിയുടെ ജാറിലെടുത്ത് വെച്ചിരിക്കുന്നതിനകത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നമ്മളൊന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. നന്നായിട്ട് അരഞ്ഞെടുക്കണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിൽ ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ടീസ്പൂണോളം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചോറ് ആവശ്യമായ ഉപ്പും കൂടിയാണ് നമ്മളിപ്പം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വറ്റിച്ചെടുക്കുകയല്ല, ഊറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കണം. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ നമ്മളിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വെച്ച് ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാനുള്ള പാത്രം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുന്ന സമയത്ത് വേണം ബാക്കി ചേരുവകളൊക്കെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാനിതൊന്ന് ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ആവശ്യത്തിന് ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കറിവേപ്പില ഒന്ന് തിരുമിയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ സ്മെല്ലൊന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇല്ലേ, അതെല്ലാം കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഒന്ന് സവോളയൊന്ന് വഴന്ന് വരുന്ന സമയത്ത് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് വറുത്ത എണ്ണയ്ക്കകത്തിട്ടിരിക്കുന്നതുകൊണ്ടാണ് കറക്റ്റ് കളർ അറിയാൻ പറ്റാത്തത്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ സമയത്താണ് നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പച്ചച്ചവയും കൂടി ഒന്ന് മാറി വരുന്നവരെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എണ്ണയ്ക്കകത്ത് കിടന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചവി ഒന്ന് മാറുന്നവരെ ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്കിതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂണോളം മല്ലിപ്പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആ എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ പച്ചച്ചവി ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളിതിലേക്ക് ഒരു 10 പച്ചമുളകോളം അരച്ചിട്ടുണ്ട്. ഇവിടുത്തെ പച്ചമുളകിന് വലിയ എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ചിക്കൻ വറുത്തപ്പം മുളക് പുരട്ടിയാണല്ലോ വറുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എരിവ് കൂടി ആകുമ്പോഴത്തേന് എരിവ് കറക്റ്റ് ആയിക്കോളും. ഇപ്പോൾ 1/2 ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 തക്കാളി അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ തക്കാളി ആയതുകൊണ്ടാണ് അത്ര എടുത്തിരിക്കുന്നത്, ഒരു 1.5 തക്കാളി എടുത്തിരിക്കുന്നത്. ചെറുതാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമ്മുടെ ചോറ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരിപ്പപ്പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കാം. ഇപ്പം നമ്മുടെ മൂടി വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം.
ഈ സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നിറച്ച് തൈരാണ് നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വലിയ പുളിയില്ലാത്ത തൈര് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കി അതിനകത്തൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇപ്പം നമ്മുടെ മസാല റെഡിയായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്തിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിലൊന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്നിടം വരെ ഒന്ന് വറ്റിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ ചോറിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് വെള്ളം കുറവായിട്ട് ഗ്രേവി കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് പക്ഷേ വീഡിയോ എടുക്കാൻ മറന്നു പോയാണ്. ഒരു 1/4 കപ്പ് ഒഴിച്ച് കൊടുത്താൽ മതി. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്ത് മൂടി വെച്ച് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ദമ്മിട്ട് കൊടുക്കുകയാണ്. മെയിനായിട്ട് നമ്മുടെ ചോറിട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്നട്ടും കിസ്മിസും ഇല്ലായിരുന്നതുകൊണ്ട് നമുക്കത് നെയ്ക്കകത്ത് വറുത്തിട്ട് കൊടുക്കാൻ പറ്റിയില്ല. നോക്കിയപ്പോൾ അത് തീർന്നു പോയായിരുന്നു. അതില്ലാത്തതുകൊണ്ട് പൈനാപ്പിൾ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കുവാണ്. അപ്പോൾ ചോറിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്ത സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയും പുതിനയിലയും നമ്മൾ കറിക്കകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ പുറത്തിട്ട് കൊടുക്കുന്നില്ല. ഓവറായിട്ട് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിട്ട് കൊടുക്കുന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് പൈനാപ്പിൾ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പുറത്ത് കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഒഴിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഗ്രേവിക്കകത്ത് മിക്സ് ചെയ്താൽ മതി. ഇവിടെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ചോറും കൂടെ ഇട്ട് ഇതുപോലെ തന്നെ നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് ഇട്ട് കൊടുത്ത് ദം ചെയ്തെടുക്കാം. ഇത് മുഴുവൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് ദം ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റോളം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിന്ന് വെച്ച് കൊടുക്കുവാണ്. ഇപ്പം നമ്മുടെ ബിരിയാണി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതേ രീതിയിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇതുപോലുള്ള കുക്കിംഗ് വീഡിയോസും ചെറിയ ചെറിയ വ്ളോഗ്സും ഒക്കെ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.